പാപ്പരാക്കി പാട്ടിലാക്കുന്നോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ UN ഇതിനു മുൻപ് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ നീതിപീഠങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന രാഷ്ട്രീയ വിമർശനം അതിപ്പോൾ ഒരു സമ്മർദ്ദമായി മാറുന്നു. 600ഓളം അഭിഭാഷകർ അത് ഒരു പരാതി എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ശിവശങ്കർ ചൂണ്ടിക്കാട്ടുന്നത്. മറുപടി: ശ്രീ ശിവശങ്കർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രാജ്യസ്നേഹികളെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമല്ല. ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കണോമി ആകണം എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാർക്കും അതിൽ ആഗ്രഹമുണ്ട്. അത് അമേരിക്കയെയും ജർമ്മനിയെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കണോമി ആകുന്നതെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറാണ് US. ജർമ്മനി ഫസ്റ്റ് 10-നകത്ത് വരും. ഈ വിദേശ രാജ്യങ്ങൾ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിനെ വളരെ ലളിതമായിട്ട് തള്ളിക്കളയാതെ എന്താണ് അവർ പറഞ്ഞത്? അവർ വീണ്ടും അമേരിക്കയുടെ സ്ഥാനപതിയെ വിളിച്ച് ഇന്ത്യ ശാസിച്ചതിന് ശേഷം വീണ്ടും അവർ പറഞ്ഞു ഫെയർ ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട്, ടൈംലി ആയിട്ട് ഒരു പ്രോസസ്സ് നടത്തണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിനെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്നത്? ഇത് നിങ്ങൾ തെറ്റിതിരുത്താൻ തയ്യാറാകണം. ഈ ഒരു ആരോപണം അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു ആരോപണം ഒരിക്കലും ശ്രീ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഇത് പറഞ്ഞു കേൾക്കുന്നത്? ഈ ഒരു ആരോപണത്തിൽ കഴമ്പില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതേപോലെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, പ്രതിപക്ഷമാണോ പിന്നെ ഇതിനെ നിയന്ത്രിക്കേണ്ടതെന്ന്. അല്ല, പ്രതിപക്ഷമല്ല നിയന്ത്രിക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു 3-അംഗ സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞത്. അതിനെ വളരെ സമർത്ഥമായിട്ട് അട്ടിമറിച്ചു, ഒരു നിയമം കൊണ്ടുവന്നു. ഇതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, RBIയുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഏറ്റവും ലോക പ്രശസ്തരായിട്ടുള്ള എക്കണോമിസ്റ്റ് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന ആളുകളാണ്. അവർക്ക് അവിടെ തുടരാൻ കഴിയുന്നില്ല. കാരണം എക്കണോമിക്സിന് ഉള്ള അതിനകത്ത് പൊളിറ്റിക്കൽ അജണ്ട വരുന്നു. അതേപോലെ ഈ 600 ലോയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള കടന്നുകയറ്റമാണ്. വളരെ പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ്, പൗരാവകാശം പോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില മനുഷ്യാവകാശ പ്രവർത്തകരെ, ലോയേഴ്സ് ഒക്കെ അതിനെപ്പറ്റി പറയുമ്പോൾ ഈ ലെറ്റർ എഴുതിയ കൂട്ടത്തിൽ ഞാൻ അതിൽ സങ്കടം കൊണ്ട് പറയുന്നതിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ആദിഷ് സി അഗർവാല, അദ്ദേഹം ഇതിന് മുമ്പ് ഒരു ലെറ്റർ എഴുതിയിരുന്നു. എന്താണത്? ആ ലെറ്റർ എഴുതിയിരുന്നത് സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെന്റ് നടപ്പാക്കരുത്, അതിനെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഒരു അഡ്വൈസറി ഒപ്പീനിയൻ തേടണമെന്ന് പറഞ്ഞ് കത്തെഴുതിയ ആളാണ്. അതിന് ചീഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തെ ശാസിക്കുകയുണ്ടായി കോടതിയിൽ. അദ്ദേഹമാണ് ഇപ്പോൾ ഈ 600 ലോയേഴ്സിൽ ഒരാൾ. എന്നിട്ട് ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഈ ലോയേഴ്സ് എഴുതിയ ലെറ്ററൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ ഷെയർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. ഇതില് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് കാര്യം പറഞ്ഞു. നേരത്തെ ശ്രീ ലിജു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഒരു പ്രാവശ്യം അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അവിടെ ഇരുന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ധാരണ. പക്ഷേ ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് എപ്പോഴും രാഷ്ട്രീയക്കാരുടെ അവരുടെ മാത്രം തീരുമാനത്തിന് വരാതെ ഒരു ഇൻഡിപെൻഡന്റ് അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ UK-യിലൊക്കെ ഉള്ള രീതിയിൽ ഒരു മോഡൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് UPA ഗവൺമെന്റിന്റെ സമയത്ത് ഒരു ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിന് പ്രതിപക്ഷം എന്ന BJP സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് BJP അധികാരത്തിൽ വന്നപ്പോൾ NJC ബില്ല് കൊണ്ടുവന്നിരുന്നു. ദൗർഭാഗ്യവശാൽ ഇത് നടപ്പായില്ല. ഇനി പറയാനുള്ളത്, ഈ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഈ നിയമം പറയുമ്പോൾ രാഷ്ട്രീയം തീർത്ത് ഒഴിവാക്കിക്കൊണ്ട് പറയുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഡെമോക്രസി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത്, ഭരണഘടന അതിന്റെ മൂല്യങ്ങൾ അതേ രീതിയിൽ വെറുതെ ഫോർമൽ ആയിട്ടല്ല, അതിന്റെ ആ അർത്ഥവത്തായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതിന് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയും. ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ നമുക്ക് എതിർക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ഡിക്ലെയർഡ് എമർജൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അൺഡിക്ലെയർഡ് ആയിട്ട്, ആർക്കും അത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു എമർജൻസി ഉള്ള രീതിയിലാണ്. അതേപോലെ ഹിന്ദുത്വ എന്ന ഒരു അജണ്ട, അത് ഭരണത്തിൽ വീണ്ടും വരാനുള്ള ഒരു അജണ്ടയാണ്. കാരണം ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു അജണ്ട വളരെ സമർത്ഥമായിട്ട് നടപ്പാക്കുന്നു. ബാക്കി രാജ്യങ്ങളിൽ ഈ ഫാസിസം വരുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് റൈറ്റ് വിങ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇന്ത്യയിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ വളരെ ലോലമായിട്ടുള്ള വികാരങ്ങളെ, ഭക്തി മുതലായ വികാരങ്ങളെ പിടിച്ചുകൊണ്ട് അതിന്റെ പുറത്ത് ആദ്യം പാർട്ടിയുടെ നയമായിട്ട് കൊണ്ടുവരുന്നു, പിന്നെ അത് ഗവൺമെന്റിന്റെ നയമായിട്ട് വരുന്നു, പിന്നെ ഗവൺമെന്റിന്റെ നയം രാഷ്ട്രത്തിന്റെ നയമായിട്ട് മാറ്റുകയാണ്. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മതത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ, പിന്നീട് പ്രസംഗങ്ങൾ നടത്തുമ്പോഴും ഒക്കെ കാണുന്നവർക്ക് വളരെ നിഷ്കളങ്കമായിട്ട് തോന്നുന്ന രീതിയിൽ അമ്പലങ്ങൾ തോറും സന്ദർശിക്കുകയും ബാക്കി പാർട്ടികൾക്ക് ആർക്കും ഈ ഹിന്ദു മതത്തെ എതിർത്ത് സംസാരിക്കുന്നവരെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ അത് വിതറി ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാൻ BJP ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാം.
ഒരു റവല്യൂഷൻ ഒന്നും പോകാതെ തന്നെ ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ തന്നെ ഈ ഭരണം മാറ്റപ്പെടും. ഇതിനകത്ത് ഇവർക്ക് തന്നെ തിരുത്തേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകാൻ നമുക്കൊരു റവല്യൂഷന്റെ ആവശ്യമില്ല. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൽ ചേഞ്ചസ് സാധ്യമാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അങ്ങിപ്പോ ഈ സ്വയം ഈ പറയുന്ന ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നു, സ്വയം പൂജാതി കാര്യങ്ങൾ വരെ ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിനൊപ്പം തന്നെ പറയേണ്ടതാണ്, അത് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന അവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പൗരത്വം പൂജാരി കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പിണറായിയാണ് പറഞ്ഞത്.